ഹായ്, ഞാൻ മുബഷിറാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മെഹ്റാങ്കൻ കോട്ടയ്ക്ക് മുമ്പിലാണ്. പക്ഷേ ഈ കോട്ട ഒരു കല്ല് കെട്ടിടമല്ല. ഇതിന് രക്തവും ശാപവും ത്യാഗവും ചേർന്ന ഒരു കഥയുണ്ട്. 500 വർഷങ്ങൾക്ക് മുമ്പ് മാണ്ടോർ ഭരിച്ചിരുന്ന റാവുജോദ എന്ന രാജാവ് ഒരു സുരക്ഷിതവും ശക്തവുമായ കോട്ട തേടിയപ്പോൾ ഉദയസൂര്യനെ നെഞ്ചിലൊതുക്കുന്ന രീതിയിലുള്ള ഈ ചുവപ്പുമല അദ്ദേഹത്തെ ആകർഷിച്ചു. എന്നാൽ ഇവിടെ ജീവിച്ചിരുന്നത് പക്ഷികളോട് സംസാരിക്കുന്ന ഒരു സന്യാസിയായിരുന്നു. സൈനികർ അദ്ദേഹത്തെ മലയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു ശാപം കൂടി അദ്ദേഹം കൊടുക്കുകയാണ്. ഈ ഭൂമി വരൾച്ച കൊണ്ട് ശപിക്കപ്പെടട്ടെ എന്ന്. ശാപം ഒഴിവാക്കാൻ ഒരു മനുഷ്യബലി വേണം എന്ന് അറിഞ്ഞ രാജാവിന്റെ മുന്നിലേക്ക് രാജാറാം മെഹർവാൾ എന്ന ഒരു സൈനികൻ പ്രത്യക്ഷപ്പെടുകയാണ്. ജീവനോടെ കുഴിച്ചുമൂടിയ ആ പാവം സൈനികന്റെ പുറത്താണ് ഈ മനോഹരമായ കോട്ട കെട്ടിപ്പണിതുയർത്തിരിക്കുന്നത്. നമുക്ക് ഈ കോട്ടയുടെ സുന്ദരമായ ത്രസിപ്പിക്കുന്ന വിശേഷങ്ങൾ പങ്കുവെക്കാം. നിങ്ങൾ വാ. ജോധ്പൂരിന്റെ നീല നഗരത്തിന് മുകളിൽ 400 അടി ഉയരമുള്ള കുന്നിൻ മുകളിലായി പാറയിൽ നിന്ന് തന്നെ രൂപം കൊണ്ടതുപോലെ നിൽക്കുന്ന കോട്ടയാണ് മെഹ്റാൻഗഡ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വിസ്മയകരമായ വലിപ്പവും കരുത്തും നമ്മെ നിശബ്ദരാക്കും. കോട്ടയുടെ 20 മുതൽ 36 മീറ്റർ വരെയുള്ള കനത്ത മതിലുകൾ ശത്രുക്കൾക്ക് പോലും എളുപ്പമല്ല എന്നതാണ് തെളിയിക്കുന്നത്. പ്രവേശനത്തിനായി കടക്കേണ്ടത് ഒരുപാട് വാതിലുകൾ. ജോയ് പോൾ വിജയത്തിന്റെ വാതിൽ, ഫത്തേ പോൾ ജയത്തിന്റെ ഓർമ്മ. ഈ വാതിലുകൾ ഇന്നും കാണാം പീരങ്കികളുടെ അടയാളങ്ങൾ. ചരിത്രം മൗനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാടുകളാണ് ഇതെല്ലാം. 1459 മണ്ടോറിന്റെ പ്രൗഢിക്കും സുരക്ഷിതത്തിനും ഒരു കോട്ട സ്ഥാപിച്ച് അവിടെ നിന്നും ഭരണം നടത്തണമെന്ന് റാവുജോദ തീരുമാനിച്ചു. കോട്ടയ്ക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. മണ്ടോറിന്റെ തെക്ക് മാറി വിജനമായ ഒരു പ്രദേശത്ത് ഉദയസൂര്യനെ ഉള്ളിൽ ഒതുക്കുന്ന പോലുള്ള ഒരു ചുവപ്പ് മല രാജാവിന് നന്നേ ബോധിച്ചു. എന്നാൽ വരാനിരിക്കുന്ന ഒരു വലിയ ആപത്ത് രാജാവ് അറിഞ്ഞിരുന്നില്ല. കോട്ട നിർമ്മിക്കാൻ രാജാവിന്റെ ആജ്ഞ കേട്ട പാതി കേൾക്കാത്ത പാതി സൈനികർ മുണ്ടും മുറുക്കി അവരിറങ്ങി. മലയിലെ ഏക താമസക്കാരൻ ഒരു വൃദ്ധ സന്യാസിയായിരുന്നു. പക്ഷികളെ ഊട്ടുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്ന ആ സന്യാസിയെ ഭടന്മാർ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ മലയിൽ നിന്ന് ഇറക്കിവിട്ടു. വൃദ്ധൻ പോകുന്ന പോക്കിൽ നല്ലൊരു ശാപവും കൊടുത്തു. കഠിനമായ വരൾച്ച ബാധിക്കട്ടെ, അങ്ങനെ ജനവാസം അസാധ്യമാവട്ടെ. രാജാവിന് പിന്നീടാണ് അബദ്ധം മനസ്സിലായത്. ചുടിയാവാല ബാബ, പക്ഷിസിദ്ധൻ എന്ന് വിളിച്ചിരുന്ന സന്യാസിയായിരുന്നു അവർ. രാജാവ് ശാപമോചനത്തിനായി അപേക്ഷിച്ചു. എന്നാൽ കൊടുത്ത പാപം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നും കോട്ടയ്ക്കായി ആരെങ്കിലും സ്വമേധയാ ബലിയാടാവാൻ തയ്യാറായാൽ ശാപം ഒഴിഞ്ഞു പോകുമെന്നും അറിയിച്ചു. ദുഃഖിച്ചിരുന്ന രാജാവിന്റെ മുമ്പിലേക്ക് രാജാറാം മെഹർവാൾ എന്ന ഭൃത്യൻ മരിക്കാൻ താൻ തയ്യാറാണ് എന്നറിയിച്ചു. കോട്ടയുടെ അസ്ഥിവാരത്തിന് താഴെ രാജാറാം മെഹർവാൾ എന്ന സൈനികൻ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് മെഹ്റാൻഗഡ് കോട്ടയുടെ ആദ്യത്തെ വലിയ ഗേറ്റാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഈ വാതിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നില്ല, പരീക്ഷിക്കുകയാണ്. ഈ ഗേറ്റിനുള്ളിൽ കടക്കുമ്പോൾ വീണ്ടും ഒരു അകത്ത വാതിൽ. ശത്രുക്കൾ നേരിട്ട് കയറി വരാതിരിക്കാൻ ഒന്നിന് പിറകെ ഒന്നായി അത്തരത്തിലുള്ള ഗേറ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, മെഹ്റാൻഗഡ് ഒരു രാജാവിൻ്റെ സ്വപ്നം മാത്രമല്ല, ഇതൊരു കുന്നിൻ്റെ മുകളിൽ പണിത അത്ഭുതകരമായ ഒരു പ്രതിരോധ കോട്ടയാണ്. പാറയിൽ നിന്ന് തന്നെ ഉയർന്ന മതിലുകൾ ശത്രുവിനെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, അവരെ തടയാൻ വേണ്ടിയാണ്. ഒന്നിന് പിന്നെ ഒന്നാലെ വരുന്ന വാതിലുകൾ, വളഞ്ഞ വഴികൾ, ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ, ഇവയൊക്കെ ചേർന്ന ഈ കോട്ടയെ ജയിക്കുക ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറി. ഈ ശക്തിയുടെ നടുവിലാണ് ഒരു രാജാവിൻ്റെ ഓർമ്മ നമ്മെ കാത്തിരിക്കുന്നത്, റാവുജോദ ഫോൾസ്. വലതുവശത്ത് കാണുന്ന ഈ ഒരു സ്മാരകം ഒരു യുദ്ധസ്മാരകമല്ല, കോട്ട നിർമ്മാണത്തിനായി സ്വയം ജീവൻ ത്യജിച്ച മെഹർവാൾ എന്ന പട്ടാളക്കാരന്റെ സ്മരണയാണ്. ഒരു കോട്ട ഉയരാൻ ഒരാൾ മണ്ണിനടിയിലായി. ഇത് രാജവംശത്തിന്റെ കഥ മാത്രമല്ല, ത്യാഗത്തിന്റെ കൂടെ കഥയാണ് മെഹ്റാൻഗഡ് ഫോർട്ട്. 7 കവാടങ്ങളാണ് പ്രധാനമായും മെഹ്റാൻഗഡ് കോട്ടയ്ക്കുള്ളത്. ഓരോ കവാടങ്ങൾ കഴിയുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണുള്ളത്. ലോഹപ്പോളിൽ നമ്മൾ കണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ശത്രു സൈന്യത്തിൻ്റെ ആനകൾക്ക് എളുപ്പം ഓടിക്കയറാതിരിക്കാൻ മസ്തകം തകർക്കുന്ന രീതിയിലുള്ള ലോഹ കഷ്ണങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് എന്നെ വല്ലാതെ ഒരു മനുഷ്യനെന്ന രീതിയിൽ എന്നെ ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടി നിർത്തിയ ഇതാ ഈ ഒരു സ്മരണ.
രജപുത്ര വംശത്തിൽ വിധവകളാകുന്ന സ്ത്രീകൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്ന നിഷ്ഠൂരമായ സതി എന്ന ആചാരത്തിൻ്റെ ഇരകളുടെ സ്മാരകം. ഭർത്താവിൻ്റെ മൃതദേഹം വിലാപയാത്രയായി കോട്ടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സർവാഭരണ വിഭൂഷിതകളായി അടിച്ചേൽപ്പിക്കുന്ന മരണം ഏറ്റുവാങ്ങാൻ ഒരു മൃതദേഹത്തിൻ്റെ നിസ്സംഗതയോടെ ഈ കോട്ടയിൽ നിന്ന് ഇറങ്ങിപ്പോയ രജപുത്ര സ്ത്രീകൾ തങ്ങളുടെ അവസാന അടയാളമെന്ന നിലയിൽ കുങ്കുമത്തിൽ കൈമുക്കി കോട്ടവാതിലിൽ പതിപ്പിക്കുന്നു. വളരെ കുഞ്ഞു കൈകൾ പോലും ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ വേദനയോടെ കണ്ടു നിൽക്കേണ്ട ഒരു സ്ഥലം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതെങ്കിലും മരണത്തിൻ്റെ മണം പടർന്ന ആ കൈകൾക്ക് മുമ്പിൽ നിറകണ്ണുകളോടെയല്ലാതെ നിൽക്കാൻ സാധിക്കില്ല. സൂരജ് പോൾ എന്ന അടുത്ത കവാടവും കടന്ന് മുമ്പോട്ട് ചെന്നപ്പോൾ മെഹർഗാൻഗഡ് കോട്ടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടുമുറ്റത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുക, ശ്രീരംഗാർ ചൗക്ക്. ഈ ചൗക്ക് യുദ്ധത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഇടയിലല്ല, രാജകീയാചാരങ്ങളുടെ വേദിയായിരുന്നു. പുതിയ രാജാവ് ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തിലകം ചാർത്തി അലങ്കരിക്കപ്പെടുന്നത് ഇവിടെയാണ്. അതിനാലാണ് ഈ സ്ഥലത്ത് ശ്രീരംഗാർ എന്ന പേര് ലഭിച്ചത്. ഇവിടെ നിൽക്കുമ്പോൾ ശബ്ദമില്ലാതെ തോന്നും. കിരീടം ധരിക്കുന്നതിന് മുമ്പ് ഒരു രാജാവ് ഒരു മനുഷ്യനായി നിന്നിരുന്ന ഇടമാണിത്. മെഹർഗാർഗട്ട് കോട്ടയുടെ ശക്തിയുടെ കഥ മാത്രമല്ല, ശ്രദ്ധയും ശാസനയും ആചാരങ്ങളും ചേർന്ന ചരിത്രം കൂടിയാണ്. ഇവിടെ അവസാനമായി നടന്ന രാജതിലക് 1953 ഇപ്പോഴത്തെ രാജാവായ മഹാരാജ ഗജരാജ് സിംഗ് ആണ് രാജാവായി അധികാരമേറ്റത്. അന്ന് അദ്ദേഹത്തിന് 4 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കുട്ടിരാജാവ് അന്ന് കിട്ടിയ പാരിതോഷികങ്ങൾ എല്ലാം കാണാൻ വന്നവർക്ക് വീതിച്ചു നൽകി പക്വത കാണിച്ചു അത്രേ. അവിടെ ചുറ്റും നോക്കിയാൽ നമ്മുടെ കണ്ണുകൾ തള്ളിപ്പോകും വിധം കൊത്തുപണികളോടെയുള്ള ജാലികകൾ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീരംഗാർ ചൗക്കിൽ നിന്നും പ്രവേശിക്കാവുന്ന 2 എക്സിബിഷൻ ഹാൾ ഹൗദ ഖാൻ എന്ന് അറിയപ്പെടുന്നു. അമ്പാരികളുടെ പ്രദർശനശാല. രാജാക്കന്മാർ അവരുടെ ശക്തി പ്രകടിപ്പിക്കുന്ന പല രീതിയിലുള്ള അമ്പാരികൾ സിൽവറിലും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് പൽക്കി ഖാനയാണ്. പല്ലക്കുകളുടെ ഒരു കമനീയ ശേഖരം. പർദ്ദ സമ്പ്രദായം അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകൾക്ക് പോകാനുള്ള പല്ലക്കുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൗലത്ത് ഖാന ചൗക്ക്. ഈ പേരിൽ ഒരു കൊട്ടാരക്കെട്ട് ഇവിടെയുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ട്രഷറി എന്നാണ് ഇതിന് അർത്ഥം. അമൂല്യമായ വസ്തുക്കളെയും അലങ്കാരപ്പണികളും നിറഞ്ഞ മുറികളാണ് ദൗലത്ത് ഖാനയിൽ. 18-ാം നൂറ്റാണ്ട് അജിത് സിംഗ് രാജാവ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരങ്ങളും മട്ടുപ്പാവുകളുമാണ് 3-ാം നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ചു കാണാനുള്ളത് ഒരു ഗുജറാത്തി പല്ലക്കുണ്ട്. ഇത് ജോധ്പൂർ രാജാവിൻ്റേതല്ല. മുഗൾ വംശത്തിൻ്റെ ആശ്രിതരായി രജപുത്ര രാജാക്കന്മാർ 1730 ജോധ്പൂർ രാജാവ് മഹാരാജ അഭയ് സിംഗിന് ഗുജറാത്തിൻ്റെ ഗവർണറായി നിയമിച്ചു. അത് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. മെഹ്റാൻഗഡ് കോട്ടയിൽ നിന്ന് കാണുന്ന ഈ ഒരു കാഴ്ച അതിമനോഹരം തന്നെയാണ്. എങ്കിൽ മറ്റൊരു കഥ പറയാം. ദൗലത്ത് ഖാന ചൗക്കിന് എതിർവശത്ത് മറ്റൊരു കൊട്ടാരം കൂടി 1752 വരെ ഉണ്ടായിരുന്നത്രേ. 1640 നിർമ്മിച്ച അഗർനിറോ മഹൽ. 1707 മുതൽ അധികാരത്തിലുണ്ടായിരുന്ന അജിത് സിംഗിനെ രാജ്യ അധികാരത്തിനായി സ്വന്തം മക്കൾ ഗൂഢാലോചന ചെയ്ത് കൊലപ്പെടുത്തിയതാണ് ഈ അഗർനിറോ മഹൽ. 1724 ആ സംഭവം. അതിനെ തുടർന്ന് അതിലും ക്രൂരമായ ഒരു സംഭവം കൂടി നടന്നു. അജിത് സിംഗിൻ്റെ ഭാര്യമാരും 25 അന്തപുര സ്ത്രീകളും 32 മറ്റു സ്ത്രീകളും സതി അനുഷ്ഠിച്ചിരുന്നു അത്രേ. 25 വർഷങ്ങൾക്ക് ശേഷം അഗർനിറോ മഹൽ ആ കൃത്യം ചെയ്ത ഭഗത് സിംഗ് ഇടിച്ചു നിരത്തിയെന്നുമാണ് ഇവിടുത്തെ ചരിത്രം പറയുന്നത്. ദൗലത്ത് ഖാനയുടെ മുകൾ നിലയിലാണ് അതിമനോഹരമായ ശീഷ് മഹൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറുതും വലുതുമായ 100 കണക്കിന് കണ്ണാടികൾ നിറച്ച ഒരു മുറി. അജിത് സിംഗ് രാജാവ് നിർമ്മിച്ചതാണ് അത്യാഡംബരപൂർണമായ ഈ ഒരു മുറി. ഇതിൻ്റെ യഥാർത്ഥ ഭംഗി കാണാൻ ഇവിടെ ഒരു വെളിച്ചം കത്തിക്കണം. ഒരു ചെറു വെളിച്ചം പോലും 10 മടങ്ങ് പ്രതിഫലിക്കും. മറ്റൊന്ന് ഭിത്തികളിലെ അതിമനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളും ദൈവങ്ങളുടെയും നാടോടികളുടെയും എല്ലാം ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശീഷ് മഹൽ കണ്ട് ഒരു പിരിയൻ കോണി വഴി മുകളിലേക്ക് ചെന്നാൽ മെഹ്റാൻഗട്ട് കോട്ടയിൽ ഏറ്റവും ആഡംബരവും ഏറ്റവും സൗന്ദര്യമുള്ളതുമായ ഒരു ഭാഗം നമുക്ക് കാണാം. ഫൂൽ മഹൽ, പൂക്കളുടെ കൊട്ടാരം.
18-ാം നൂറ്റാണ്ടിൽ മഹാരാജ അജിത് സിംഗ് ആണ് ഈ മഹൽ പണിതത്. ഇത് ഒരു യുദ്ധഹാളല്ല, രാജകീയ വിനോദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും വേദിയായിരുന്നു. ഭിത്തികളിലും മേൽക്കൂരയിലും കാണുന്ന സൂക്ഷ്മമായ സ്വർണ്ണ അലങ്കാരങ്ങൾ, ചിത്രകല, പൂക്കളുടെ രൂപങ്ങൾ രാജകീയ ജീവിതത്തിൻ്റെ സൗന്ദര്യബോധം പറയുന്നു. ഇവിടെ സംഗീതവും നൃത്തവും നിറഞ്ഞ വിരുന്നുകൾ നടന്നു. യുദ്ധത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് അകലെ രാജാക്കന്മാർ മനസ്സ് ശാന്തമാക്കിയ ഒരു ഇടം കൂടിയായിരുന്നു ഇത്. അതായിരുന്നു ഫൂൽ മഹൽ. മെഹ്റാൻഗട്ട് ശക്തിയുടെ കഥ പറയുന്നത് ഒരു സ്ഥലം മാത്രമല്ല, യുദ്ധവും ശാസനവും ആചാരങ്ങളും ചേർന്ന ചരിത്രം കൂടിയാണ്. എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. അടുത്ത നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തഖത്ത് വിലാസ് ആണ്. 1843 മുതൽ 1872 വരെ ജോധ്പൂർ ഭരിച്ചിരുന്ന തഖത്ത് സിംഗ് സ്വപ്നജീവിയായിരുന്നു. അദ്ദേഹം പെയിന്റിങ്ങിലും കവിതയിലും അതേപോലെ തന്നെ സ്ത്രീയിലും ഭ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ പള്ളിയറ ഏറ്റവും സുന്ദരമായിരിക്കണം എന്നുകൂടി അദ്ദേഹത്തിൻ്റെ വാശിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളിയറയാണ് ഈ മനോഹരമായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് മഹാരാജ തഖത്ത് സിംഗ് ദിവസത്തെ ഭരണകാര്യങ്ങളിൽ നിന്ന് അല്പസമയം വിട്ടുനിന്നത്. ചുമരുകളിൽ കാണുന്ന നിറമേറിയ പെയിന്റിങ്ങുകളും സൂക്ഷ്മമായ അലങ്കാരങ്ങളും അന്നത്തെ രാജകീയ രുചിയും പാശ്ചാത്യ സ്വാധീനവും വ്യക്തമാക്കി കാണിക്കുന്നു. കിടക്ക വച്ചിരിക്കുന്ന സ്ഥാനം പോലും ആലോചിച്ചിട്ടാണ്. വാതിലിലേക്കും ജനാലിലേക്കും വ്യക്തമായ കാഴ്ച ലഭിക്കുന്ന വിധത്തിൽ സുരക്ഷയും സൗകര്യവും ഒരുമിച്ചുള്ള ക്രമീകരണം. യുദ്ധത്തിൻ്റെയും അധികാരത്തിൻ്റെയും നടുവിൽ ഒരു രാജാവും ശാന്തത തേടിയുള്ള ഇടം. അതായിരുന്നു ഈ കിടപ്പുമുറി. മെഹ്റാൻഗട്ട് കോട്ട മാത്രമല്ല, മനുഷ്യരായി ജീവിച്ച ഓരോ രാജാക്കന്മാരുടെയും സ്വകാര്യ നിമിഷങ്ങളുടെ ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള അവരുടെ സ്വകാര്യ കിടപ്പുമുറി എന്നത്. ഈ പടികളിറങ്ങി താഴെയെത്തുമ്പോൾ പുറത്ത് വിശാലമായ ഒരു മട്ടുപ്പാവാണ്. ജോധ്പൂരിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. പിന്നെ കോട്ടയുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായിരുന്നു സേനാന. രാജ കുടുംബത്തിലെ സ്ത്രീകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു സേനാന. രാജപുത്ര സ്ത്രീകൾ വളരെ കർശനമായും പർദാ സമ്പ്രദായത്തിലുമായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഭർത്താവിനും മക്കൾക്കും മറ്റു ഉറ്റമിത്രാദികൾക്കും മാത്രമേ അവരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ പുരുഷന്മാർ മാത്രം പ്രവേശനമുള്ള കോട്ടഭാഗങ്ങളെ മർദാന എന്നാണ് അറിയപ്പെടുന്നത്. ഇരുവരും 2 വ്യക്തമായ അതിർത്തികൾ ഉണ്ടായിരുന്നു ഈ കോട്ടയ്ക്കുള്ളിൽ. ചാൻകി മഹൽ ആണ് സേനാനയുടെ ആദ്യ ഭാഗം. ചാൻകി എന്ന വാക്കിനർത്ഥം അല്പ ദർശനം എന്നാണത്രേ. ഇവിടെയുള്ള ജനാലിലൂടെ സ്ത്രീകൾ താഴെ ദൗലത്ത് ഖാന ചൗക്കിൽ നടക്കുന്ന പരിപാടികൾ കാണാനുള്ള അവസരവും അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് തൊട്ടിലുകളുടെ പ്രദർശന സ്ഥലമാണ്. ഇതിൻ്റെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ചിത്രപണികളാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള മേൽക്കൂരയും. അടുത്തത് മോത്തി മഹലിലെ മനോഹര മുറി. താഖത്ത് സിംഗിൻ്റെ സിംഹാസനം ഇവിടെയായിരുന്നു. മെഹ്റാൻഗട്ട് കോട്ടയിലെ സേനാനീതിയോടി രാജകീയ സ്ത്രീകളുടെ ലോകത്തേക്കുള്ള പ്രധാന പ്രവേശനമായിരുന്നു ഇത്. സേനാനി എന്നത് രാജകുടുംബത്തിലെ സ്ത്രീകൾ താമസിച്ച സ്വകാര്യ സ്ഥലം എന്നാണ്. ഈ വാതിൽ കർശനമായ സുരക്ഷതയോടെയും പൂർണ്ണമായ സ്വകാര്യതയോടെയും നിർമ്മിച്ചതാണ്. ഇവിടേക്ക് അനുവാദമില്ലാതെ ആർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല. കാവൽക്കാരും വാതിലുകളുടെ പ്രത്യേക ക്രമീകരണങ്ങളും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കി. കൊട്ടാരത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾക്കപ്പുറത്താണ് മെഹ്റാൻഗട്ട്. എത്ര പറഞ്ഞാലും എത്ര വിശദീകരിച്ചാലും മതിവരാത്തൊരു ചരിത്രം. ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഈ കൊട്ടാരവും അതിലെ ചില പ്രധാന കാഴ്ചകളും മാത്രമാണ്. മ്യൂസിയങ്ങൾ തുടങ്ങി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ കൊട്ടാരത്തിനുള്ളിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എങ്കിലും ഈ ചെറിയ ചരിത്രയാത്രയിൽ ഒരു തുള്ളിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് വന്നാൽ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ആഴം സ്വയം അനുഭവിക്കാൻ സാധിക്കും. മെഹ്റാൻഗട്ട് കോട്ടയുടെ കരുത്തും സൗന്ദര്യവും കണ്ടതിന് ശേഷം നമ്മൾ മറക്കരുത് രാജസ്ഥാനി സംഗീതത്തിൻ്റെ മാധുര്യം.
കോട്ടയിലെ പഴയ പാട്ടുകളും ലയങ്ങളും രാജകീയ ജീവിതത്തെയും ജനജീവിതത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ കോട്ടയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. പക്ഷേ ഈ സംഗീതത്തിൻ്റെ താളവും മെഹ്റാൻഘട്ടിൻ്റെ ഓർമ്മയും എന്നെ എപ്പോഴും അനുഗമിക്കും. സൈനിങ് ഓഫ്, മുബഷിർ സറൂഹ്. താങ്ക് യു. ബൈ.